ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി യൂണിറ്റ് 2 ലെസൺ 2 യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. കവിതയാണ്. പാർട്ട് 1. ധർത്തി എന്ന് വെച്ചാൽ എന്താണ്? എർത്ത്, ഭൂമി. കിസാൻ, കൃഷിക്കാരൻ, ഫാർമർ അല്ലേ? അപ്പോൾ യഹ് ധർത്തി ഹെ, ഈ ഭൂമി, ഉസ് കിസാൻ കി, ആർക്കുള്ളതാണ്? ആ കർഷകനുള്ളതാണ്, അല്ലെങ്കിൽ ആ കൃഷിക്കാരനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ധർത്തി എന്ന് വെച്ചാൽ എന്താണ്? എർത്ത്, ഭൂമി. കിസാൻ, ഫാർമർ, കൃഷിക്കാരൻ. യഹ് ധർത്തി ഹെ, ഈ ഭൂമി, ഉസ് കിസാൻ കി, ആ കൃഷിക്കാരനുള്ളതാണ്. ജോ ബൈലോ കെ കന്തോം പർ. ബൈൽ മീൻസ് ബുൾ ഓർ ഓക്സ്, കാള. കന്തോം, ഷോൾഡേഴ്സ്, തോളിൽ. ജോ ബൈലോ കെ കന്തോം പർ, കാളയുടെ തോളിൽ. ആ കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? കാളയുടെ തോളിൽ. ബർസാത്ത് ഘാം മേ. ബർസാത്ത് മീൻസ് റെയിൻ, മഴ. ഘാം മീൻസ് ഹീറ്റ്, ചൂട്. അപ്പം സൂര്യൻ്റെ ചൂട്. അപ്പോൾ ചൂടത്തും മഴയത്തും ജുവ ഭാഗ്യക രഗ് ദേത്താ ഹെ. ജുവ മീൻസ് എന്താണ്? ഗാംബ്ലിംഗ്, നുകം. ഭാഗ്യം മീൻസ് ലക്ക്, ഭാഗ്യം അല്ലേ? ഭാഗ്യം, ഭാഗ്യത്തിൻ്റെ നുകം കൃഷിക്കാരൻ എന്ത് ചെയ്യുന്നു? കാളകളുടെ തോളിൽ വെച്ചു കൊടുക്കുന്നു. അതായത് മഴയത്തും വെയിലത്തും കൃഷിക്കാരൻ കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് ഭാഗ്യമാണ്. ചിലപ്പോൾ നല്ല വിളവ് കിട്ടാം, ചിലപ്പോൾ നാശം വരാം അല്ലേ? അതാണ് ജുവ ഭാഗ്യക രഗ് ദേത്താ ഹെ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മഴയത്തും വെയിലത്തും കൃഷിക്കാരൻ എന്താണ്? ജീവിക്കാൻ വേണ്ടി മണ്ണിൽ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഖൂൻ ചാടുത്തി ഹുയി വായുമേ. ഖൂൻ എന്ന് വെച്ചാൽ എന്താണ്? ബ്ലഡ്. ചാടുത്തി എന്ന് വെച്ചാൽ ലിക്ക്, നക്കി തുടയ്ക്കുക, അതായത് വറ്റിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. വായു മീൻസ് എയർ. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഖൂൻ ചാടുത്തി ഹുയി വായുമേം. രക്തത്തിനെ വറ്റിക്കുന്ന ആ ചൂടത്തും ആ കാറ്റത്തും. പൈനി കുസി ഖേത്ത് കെ ഭീതർ. പൈനി കുസി എന്ന് വെച്ചാൽ കലപ്പയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഷാർപ്പായിട്ടുള്ള മൂർച്ചയേറിയ ഭാഗം എന്ത് ചെയ്യുന്നു? ഖേത്ത് കെ ഭീതർ. ഖേത്ത് ഫീൽഡ്, വയൽ. ഭീതർ അകത്തേക്ക്. എന്താണ്? ദൂർ കലേജെ തക്ക് ലേ ജാക്കർ. ദൂർ കലേജ എന്ന് വെച്ചാൽ ആഴത്തിൽ അങ്ങ് കുത്തി ഇറക്കുകയാണ് ഈ കലപ്പയുടെ മൂർച്ചയേറിയ ഭാഗം. അതായത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മണ്ണ് ഇങ്ങനെ കലപ്പ കൊണ്ട് കുത്തി ഇളക്കുന്നതാണ് അല്ലേ? ഉഴുതു മറിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ജോത്ത് ഡാൽത്ത ഹെ മിട്ടിക്കോ. ജോത്ത് ഡാൽന ഉഴുതു മറിക്കുക. അപ്പോൾ കർഷകൻ ഈ രക്തം വറ്റിക്കുന്ന ആ കാറ്റത്തും, അതായത് ആ ചൂടത്തും നിന്ന് പണി ചെയ്യുകയാണ്. കലപ്പ കൊണ്ട് വയലിലെ മണ്ണിനെ ഉഴുതുമറിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. പാസ് ഡാൽക്കർ ഔർ ബീജ് ഫിർ ബോ ദേത്താ ഹെ. പാസ് എന്ന് വെച്ചാൽ എന്താണ്? വളം. ഡാൽക്കർ എന്ന് വെച്ചാൽ ഇടുക, വളം ഇട്ടു. ഔർ ബീജ് ഫിർ ബോ ദേത്താ ഹെ, അതിനുശേഷം എന്ത് ചെയ്യും? ബീജ്. ബീജ് എന്ന് വെച്ചാൽ വിത്ത് വിതയ്ക്കും. ബോ ദേത്താ ഹെ എന്ന് വെച്ചാൽ വിതയ്ക്കും. അപ്പോൾ ആദ്യം വളമിടും, പിന്നെ വിത്ത് വിതയ്ക്കും. നയേ വർഷമേ നയി ഫസൽ കെ. നയേ വർഷം എന്ന് വെച്ചാൽ പുതിയ വർഷത്തിൽ. നയേ ഫസൽ, ഫസൽ എന്ന് വെച്ചാൽ വിളവെടുപ്പ്, പുതിയ വിളവെടുപ്പ് ഉണ്ടാകും. ഡേർ അന്ന കാ ലഗ് ജാത്താ ഹെ. ഡേർ എന്ന് വെച്ചാൽ നിറയെ, അന്ന എന്ന് വെച്ചാൽ ധാന്യങ്ങൾ, നിറയെ ധാന്യങ്ങൾ വിളവെടുക്കും എന്നാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കൃഷിക്കാരനുള്ളതാണ്. നഹി രാവ് കി നഹി രംഗ് കി. രാവ് എന്ന് വെച്ചാൽ കിങ്, രംഗ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ. അപ്പം നഹി രാവ് കി, രാജാവിൻ്റേതല്ല. നഹി രംഗ് കി, പാവപ്പെട്ടവൻ്റെയുമല്ല. നഹി കിസി കി നഹി കിസി കി. നഹി കിസി കി എന്ന് വെച്ചാൽ ആരുടെയുമല്ല, ആരുടെയുമല്ല. ധർത്തി ഹെ കേവൽ കിസാൻ കി. ഭൂമി ആ കൃഷിക്കാരന് മാത്രമുള്ളതാണ്. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ കൃഷിക്കാരനുള്ളതാണ്.
ജോ മിട്ടിക്ക പൂർണ്ണ പാരഹി. ആ കൃഷിക്കാരൻ എങ്ങനെയുള്ള ആളാണ്? ജോ മിട്ടിക്ക, അയാൾക്ക് മണ്ണിനെക്കുറിച്ച് പൂർണ്ണ പാരഹി, നല്ലോണം അറിയുന്ന ആളാണ്. അതായത് പാരഹി മീൻസ് എക്സ്പേർട്ട്. മണ്ണിനെക്കുറിച്ച് ശരിക്കും അറിയുന്ന ആളാണ് ആ കൃഷിക്കാരൻ. ജോ മിട്ടിക്ക് സംഗ് സാത്ത് ഹി, ആ ആളെങ്ങനെയാണ്? മിട്ടിക്ക് മണ്ണിനോടൊപ്പം തന്നെ, സംഗ് സാത്ത് ഹി എന്ന് വെച്ചാൽ മണ്ണിനോടൊപ്പം, അതാണ് മണ്ണിനോട് കൂടെ. തബ്കർ ചൂടുകൊണ്ട്, ഗൽക്കർ എന്ന് വെച്ചാൽ എന്താണ്? ഉരുകി, ചൂടുകൊണ്ട് ഉരുകി. മർക്കർ മരിച്ച്. ഗപ്പ രഹാഹെ ജീവൻ അപ്ന, ഗപ്പ രഹാഹെ എന്ന് വെച്ചാൽ കഴിച്ചു കൂട്ടുകയാണ്. ജീവൻ അപ്ന തൻ്റെ ജീവിതം. ഇപ്പോൾ ഒരു കൃഷിക്കാരൻ തൻ്റെ ജീവിതം എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്? മണ്ണിൽ അധ്വാനിച്ച് ജോലി ചെയ്ത്, അപ്പോൾ അവിടെ വെയിൽ കാണും, ചിലപ്പോൾ മഴയായിരിക്കാം. അപ്പോൾ വെയിലത്താണെങ്കിൽ എങ്ങനെയാണ്? തബ്കർ ചൂടുകൊണ്ട് ഉരുകി മരിച്ച്, അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഒരു കൃഷിക്കാരൻ അയാളുടെ ജീവിതം കഴിച്ചു കൂട്ടുന്നത്. ദേഖ് രഹാഹെ ജീവൻ അപ്ന, അപ്പോൾ തൻ്റെ ജീവിതം മണ്ണിൽ അധ്വാനിച്ചാണ് അദ്ദേഹം കഴിച്ചു കൂട്ടുന്നത് അല്ലേ. ദേഖ് രഹാഹെ മിട്ടി മേം സോനെ കാ സപ്ന, മണ്ണിൽ സ്വർണം വിളയുന്നത് സ്വപ്നം കണ്ട്. അതായത് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നും നല്ല വിളവെടുപ്പ് സ്വപ്നം കണ്ട്. മിട്ടി കി മഹത്വ ഗാത്ത ഹെ, മണ്ണിൻ്റെ മഹിമ പാടുന്നു. മഹത്വം എന്ന് വെച്ചാൽ, മഹിമ എന്ന് വെച്ചാൽ എന്താണ്? മഹത്വം പാടുന്നു. മിട്ടി കെ ഹി അന്തസ്ഥൽ മീം, മണ്ണിൻ്റെ അകത്ത്. അപ്നെ തൻ കി ഖാദ് മിലാക്കർ, അപ്പം മണ്ണിൻ്റെ അകത്ത് എന്താണ്? തൻ്റെ, അപ്നെ എന്ന് വെച്ചാൽ തൻ്റെ, തൻ കി ഖാദ് തൻ്റെ ശരീരത്തിൻ്റെ വളം, ഖാദ് വെച്ചാൽ വളം, മിലാക്കർ മണ്ണിൻ്റെ അകത്ത് തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്ത്. അതായത് കൃഷിക്കാരൻ മണ്ണിൽ അധ്വാനിക്കുന്നതിനെയാണ് ഇവിടെ പറയുന്നത്. മിട്ടിക്കോ ജീവിത് രഹിത്ത ഹെ, മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നു. ഖുദ് ജീത്ത ഹെ, ഖുദ് എന്ന് വെച്ചാൽ സ്വയം, ജീത്ത ഹെ ജീവിക്കുന്നു. യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി, ഈ ഭൂമി ആ കൃഷിക്കാരന് ഉള്ളതാണ്. ഇതാണ് കവിത. ഈ പാഠത്തിൻ്റെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.